ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ആ അടിപൊളി ഐറ്റം ലാസ്റ്റ് എത്തിയപ്പോൾ ചെറുതായിട്ടൊന്നും പാളിപ്പോയി. നിങ്ങൾക്കത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പാളിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത്രയ്ക്ക് ഇതിനുള്ളൂ പറയാനുള്ളത്. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞതല്ലേ. അപ്പോൾ ഉണ്ടാക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം സ്റ്റിക്കർ ബുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇതിന് 0 കോസ്റ്റാണ്. നമ്മളൊന്നും പ്രിൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാതും വരച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത ബുക്കിൽ നിൽക്കുന്ന കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു 0 കോസ്റ്റിൽ നമുക്കൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഫസ്റ്റ് പറഞ്ഞത് ആരും മറക്കണ്ട, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മളെ ചാനലിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി 300 500 അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് മൂക്കടങ്ങിയിട്ടുണ്ട്, കാരണം ഒരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ച 2 പാറ്റേൺസ് ഞാൻ എന്തെന്ന് കട്ട് ചെയ്താണെന്ന് വെച്ചാൽ പേപ്പർ കപ്പ് ഉണ്ടാവില്ലേ, അതിൽ നിന്ന് കട്ട് ചെയ്താണ്. അതാണെങ്കിൽ നല്ല പ്രിൻ്റ് ആയിരുന്നു, നല്ല രസമാണത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ബുക്കിൻ്റെ ബാക്കിൽ നിന്ന് കട്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പ്രിൻ്റൊക്കെ ഉള്ളത്, എഴുതിയിട്ടുള്ള പ്രിൻ്റൊക്കെ ഉള്ളത്. പിന്നെ ഇതേ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ്. അതുകൊണ്ടാണ് ഇതേപോലെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞാനത് അതൊന്ന് A4 ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സൊക്കെ ഇങ്ങനെ വെച്ച് ഒരു ബുക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന്, അതാണ് കേട്ടോ. ഒരു ഇതില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇതേ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് ബുക്ക് പോലെ ആക്കിയത് ഈ ഒരു ഇതിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്കായിട്ടുണ്ട് കേട്ടത്. ഞാൻ കുറച്ച് പേജേ വെച്ചിട്ടുള്ളൂ, കാരണം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ ഒരു നമുക്ക് ഇതാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇവിടെയാണ് എനിക്ക് പാളിച്ച വന്നത്, കാരണം അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനെടുത്ത ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അതെന്താ പോകാത്തതെന്ന് എനിക്ക് അറിയില്ല. കുറേയൊക്കെ ചുരണ്ടി നോക്കി, പക്ഷെ അത് പോകുന്നില്ല. പിന്നെ കേസ് ഞാനതവിടെ വെച്ചു. ഇത്രയും പേപ്പർ ഇവിടെ ബാക്കിയായി കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വരെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് പിന്നെ ആയപ്പോൾ ഞാനൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കി ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്തായാലും പാളി പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കും അറിയാം. എന്നാലും ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിലൂടെ പറയാം. ബൈ ബൈ.